ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. എനിക്ക് സുഖമാണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു മരുന്നിൻ്റെ ഒരു ബോക്സ് കവർ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് സി ബേബിയുടെ മരുന്നിൻ്റെയാണ്. ഇതാണ് എനിക്കുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഏത് ബോക്സ് കവർ നിങ്ങൾക്ക് എടുക്കാം, 1 2 ഒക്കെ എടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരെണ്ണേ ഉള്ളൂ, അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് കൂട്ടുകാർ നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നമ്മൾ പറയാം. അതുപോലെ തന്നെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇന്ന് കണ്ടു നോക്കുക. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിയർ ബോട്ടിൽ പെയിൻറ്റിങ് ആയിരുന്നത്, ബിയർ ബോട്ടിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കത്രി കൊണ്ടുവന്ന് കട്ട് ചെയ്തെടുക്കണം. കത്രി ഇതുപോലെ എടുത്തിട്ട് നമ്മൾ കുറച്ച് പോർഷൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കതൊന്ന് ഷേപ്പ് ചെയ്ത് ഒരേപോലെ എല്ലാ ഭാഗവും കട്ട് ചെയ്തെടുക്കണം. അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ് ഉണ്ടല്ലോ, അത് ഇത്തിരി കട്ടി ആയിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് ഈ കട്ട് ചെയ്ത പോർഷനിൽ നിന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഒരു ചെറിയ പീസ് എടുത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ടേബിളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് മറിഞ്ഞു വീഴില്ല, കുറച്ച് കട്ടിയോടെ ഇരുന്നോളൂ. അതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ എടുത്തിരിക്കുന്ന ഈ ഒരു പോർഷനിൽ നിന്ന് തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക, അതിൽ ഓൾ ഓപ്ഷൻ എടുക്കുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യുക. കമൻറ്റാണ് നമ്മുടെ സപ്പോർട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫെവി ബോണ്ട് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ചെറിയ പീസ് അതിൻ്റെ ആ ബാക്ക് സൈഡിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നന്ന കട്ടിയിലിരുന്നോളും. അപ്പോൾ നമ്മുടെ ടേബിളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ മറിഞ്ഞു പോവില്ല, കട്ടിയോടെ ഇരുന്നോളും. അപ്പോൾ നമ്മുടെ ചാരു സർക്കിൾ സപ്പോർട്ട് ചെയ്തപോലെ നമ്മുടെ ചാരു സർക്കിൾ വ്ലോഗ്സും സപ്പോർട്ട് ചെയ്യുക. അതിൽ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ കണ്ടു നോക്കുക. അതും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. കളർ പേപ്പറിന് പകരം നിങ്ങൾക്ക് വൈറ്റ് ഷീറ്റ്, അതായത് വൈറ്റ് A4 സൈസ് ഷീറ്റ് പേപ്പർ എടുത്താലും മതിയാകും. അപ്പോൾ ഇപ്പോൾ കളർ പേപ്പർ ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നമ്മൾ പെയിൻ്റ് ഒന്നും ചെയ്യുന്നില്ല, കളർ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഒരു യെല്ലോ കളർ പേപ്പർ എടുത്തു. എന്നിട്ട് ആ ബോക്സിൻ്റെ വലിപ്പത്തിൽ നമുക്കൊന്ന് അതിനെ ഒട്ടിക്കാവുന്ന പാകത്തിൽ നമ്മൾ കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഫെവിക്കോൾ വെച്ചിട്ട് ഈ പേപ്പർ ഒന്ന് ആ ഒരു ഷേപ്പിൽ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കൂട്ടുകാർ വന്നിട്ടുണ്ട് ഹായ് പറയാനായിട്ട്. ഷിയ ജെസിൻ, ആദ്ര, ആനി ജോൺ, രഞ്ജന, മേഘ, അവന്തിക, അഭിനവ് CJ, ഏഞ്ചൽ, സന, കനിഹ, ദേവിക, നൂറ, വിസ്മയ. എല്ലാവർക്കും എൻ്റെ ബിഗ് ഹായ് ആൻഡ് ലവ് യു ഓൾ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഈ കളർ പേപ്പർ എല്ലാ സൈഡും ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബാക്ക് സൈഡിൽ നമുക്ക് ഒരു ചെറിയ സ്ക്വയർ പീസ് ഈ ഒരു കളർ പേപ്പറിൻ്റെ എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ. അപ്പോൾ ഒട്ടിക്കൽ പരിപാടി കഴിഞ്ഞിരിക്കും. കളർ പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചു കഴിഞ്ഞു. ഈ കളർ പേപ്പറിന് പകരം ഞാൻ പറഞ്ഞല്ലോ വൈറ്റ് ഷീറ്റ് ആയാലും വൈറ്റ് പേപ്പർ ആയാലും മതിയാകും. ഇനി വേണ്ടത് നമുക്ക് ഇതുപോലത്തെ വാഷി ടേപ്സ് ആണ്. അപ്പോൾ ഇത് അധികം വിലയൊന്നുമില്ല, 2 രൂപ മുതലുണ്ട് കേട്ടോ. ഇത് ചെറിയ ടേപ്പാണ്, അതുപോലെ തന്നെ അധികം ഡിസൈനൊന്നുമില്ല. അപ്പോൾ അതിന് 2 രൂപ മുതലുണ്ട്. അത് ഡിസൈനൊക്കെ കൂടുമ്പോൾ അതനുസരിച്ച് റേറ്റും കൂടുതൽ, 5 രൂപ 15 രൂപ ഒക്കെ വരും. അപ്പോൾ ഇതുപോലത്തെ വാഷി ടേപ്പും അതുപോലെ ഞാൻ കുറച്ച് ക്രാഫ്റ്റ് മെറ്റീരിയൽസൊക്കെ മേടിച്ച വീഡിയോ, അതിൻ്റെ പ്രൈസ് ഒക്കെ കാണിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ആ ഡീറ്റെയിൽസൊക്കെ അതിൽ നോക്കിയാൽ മതി, എൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിത് താഴെ മുകളിലുമായിട്ട് ഈ വാഷി ടേപ്സ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഫെവിക്കോളൊന്നും വേണ്ട, ഒട്ടിക്കോളും. നമ്മൾ സാധാ ടേപ്പില്ല അതുപോലെ തന്നെയാണ്, അതങ്ങ് ഒട്ടിക്കോളും. അതില്ലെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ വൂളൻ നൂലോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് അത് ഫെവിക്കോൾ വെച്ച് ഇതുപോലെ ചുറ്റിനും ഒട്ടിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ വൂളൻ നൂല് എടുത്തിട്ടുണ്ട്. അതൊന്ന് കയ്യിൽ സാധാ ഫ്ലവറൊക്കെ ചെയ്യാൻ നമ്മൾ നേരത്തെയൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണിച്ച് തന്നിട്ടുണ്ട്. അതിന് ഡീറ്റെയിൽ വീഡിയോ ഒക്കെ അത് കാണാത്തവരും കണ്ടു നോക്കാം. ഇത് വെറുതെ 2-3 വിരലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റുക, കുറച്ച് ചുറ്റുക. എന്നിട്ട് ഒന്ന് കൂട്ടിപ്പിടിക്കാം. ഇതുപോലെ ഒന്ന് ഒരുമിച്ച് പിടിച്ചതിന് ശേഷം ഒന്ന് കൂട്ടിപ്പിടിച്ചിട്ട് ഒരു ചെറിയ പീസ് വൂളനൂല് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് ഇതൊന്ന് ഒരു സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ചുറ്റി കെട്ടിക്കൊടുക്കാം.
എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കുക, കണ്ടോ, ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ കെട്ടിക്കൊടുത്തിട്ട് രണ്ട് സൈഡും ഒന്ന് വിടർത്തി കൊടുക്കണം കേട്ടോ. നമ്മൾ കട്ട് ചെയ്യുന്നില്ല, കട്ട് ചെയ്യാതെ തന്നെയാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ഭംഗിയാണ് ഫ്ലവർ ഉണ്ടാക്കുക, അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് ഭാഗം കട്ട് ചെയ്യാതെ ആ ഒരു നീളം വന്ന നൂല് മാത്രം കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ വിടർത്തി കൊടുക്കുക രണ്ട് സൈഡും. എന്നിട്ട് ഞാനിപ്പോൾ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കണേ, നിങ്ങൾക്ക് ഫെവി ബോണ്ട് ഉപയോഗിക്കണം, അതും ഉപയോഗിക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്തു, കണ്ടോ, രണ്ട് സൈഡും ഇങ്ങനെ വിടർന്ന് നിൽക്കണത് അതുപോലെ ഒട്ടിച്ചിട്ട് ഒരു എന്തെങ്കിലും മുത്തോ അല്ലെങ്കിൽ ഫ്ലവറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒട്ടിക്കാം. മാലയുടെ മുത്തായിക്കോട്ടെ, അതുപോലെ എന്തെങ്കിലും ഫ്ലവറോ ഒക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ആ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ്, സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലത്തെ പാക്കറ്റ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞ്, ബോക്സ് കവറൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഇതുപോലെ ചെയ്ത് നോക്കുക. ഒരു ചെറിയ പെൻ സ്റ്റാൻഡ് ആയിട്ടുണ്ട്, പെൻ ഹോൾഡർ ആയിട്ടില്ല, എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.